ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, 1940കളിൽ ലിത്വാനിയയിലെ ജാപ്പനീസ് അംബാസഡറായിരുന്നു ചിയൂൺ സുജിയാറ. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ യഹൂദരെ മുഴുവൻ കൂട്ടക്കൊല ചെയ്യാൻ അഡോൾഫ് ഹിറ്റ്ലർ തീരുമാനിച്ചപ്പോൾ ലിത്വാനിയയിൽ കുടുങ്ങിപ്പോയ യഹൂദർക്ക് സോവിയറ്റ് യൂണിയൻ വഴി പോളണ്ടിലേക്ക് മടങ്ങിപ്പോകാൻ നിയമപരമായ വിസകൾ ആവശ്യമായിട്ട് വന്നു. ഭരണകൂടം അവർക്കത് നിഷേധിച്ചപ്പോൾ ജാപ്പനീസ് അംബാസഡറായ സുജിയാറ വ്യക്തിപരമായ നിലയിൽ അവർക്ക് വിസ നൽകാൻ തയ്യാറായി. ജാപ്പനീസ് ഭരണകൂടത്തിന്റെ നിരന്തരമായ താക്കീതുകളെ വകവെക്കാതെ ആയിരക്കണക്കിന് ആളുകൾക്ക് സുജിയാറ ട്രാൻസിറ്റ് വിസകൾ നൽകി. പ്രായപൂർത്തിയായവർക്കും കുടുംബനാഥന്മാർക്കും ട്രാൻസിറ്റ് വിസകൾ നൽകുന്നത് വഴി അനേകം പേരെ പോളണ്ടിലേക്ക് കടക്കാൻ അദ്ദേഹം സഹായിച്ചു. ഏകദേശം 1,00,000-ഓളം പേരെ ഇപ്രകാരം സഹായിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചുവെന്നാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹം നൽകിയ വിസകൾ പിന്നീട് അറിയപ്പെട്ടത് വിസാസ് ഓഫ് ലൈഫ്, ജീവന്റെ വിസകൾ എന്നാണ്. ഒടുവിൽ ജാപ്പനീസ് ഭരണകൂടം അദ്ദേഹത്തോട് ജോലിയിൽ നിന്ന് വിരമിക്കാനും ജപ്പാനിലേക്ക് മടങ്ങി വരാനും ആവശ്യപ്പെട്ടു. തന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന അവസാന നിമിഷം വരെ ദിവസവും 20-22 മണിക്കൂറും ജോലി ചെയ്ത് അദ്ദേഹം നിരവധി ട്രാൻസിറ്റ് വിസകൾ എഴുതിയുണ്ടാക്കി. പിന്നീട് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രയിലും റെയിൽവേ സ്റ്റേഷനിൽ വെച്ചും തീവണ്ടിയിലിരുന്നും അദ്ദേഹം വീണ്ടും അവ എഴുതാൻ ആരംഭിച്ചു. അതെല്ലാം ജനലിലൂടെ തന്നെ കാത്തുനിന്ന അഭ്യർത്ഥികൾക്ക് എറിഞ്ഞുകൊടുത്തു. ഏറ്റവും ഒടുവിൽ തീവണ്ടി പുറപ്പെട്ടു തുടങ്ങിയപ്പോൾ തന്റെ കൈവശമുണ്ടായിരുന്ന വിസ കടലാസുകളിൽ തന്റെ ഒപ്പും ഔദ്യോഗിക മുദ്രയും പതിപ്പിച്ച് അവയും അദ്ദേഹം ആളുകൾക്ക് എറിഞ്ഞുകൊടുത്തു. തന്റെ അധ്വാനത്തെ മറ്റുള്ളവർക്ക് ജീവിതത്തിന്റെ വസന്തമാക്കി മാറ്റിയ ഒരു മനുഷ്യസ്നേഹിയെ നാം ഇവിടെ കാണുകയാണ്. അധ്വാനം കൊണ്ട് വസന്തങ്ങളെ തീർത്തവരെ അനുസ്മരിക്കാൻ കത്തോലിക്ക സഭ മാറ്റിവെച്ചിരിക്കുന്ന കാലമാണ് കൈത്തക്കാലം. കൈത്ത എന്ന വാക്കിന്റെ അർത്ഥം, വാച്യാർത്ഥം വേനൽക്കാലം അഥവാ കൊയ്ത്തുകാലം എന്നാണ്. ഏതൊരു കൊയ്ത്തിന്റെയും വിളവിന്റെയും പുറകിൽ വിത്ത് വിതച്ചവന്റെ, അധ്വാനിച്ചവന്റെ, കളപറിച്ചവന്റെ ഒരു സമർപ്പണത്തിന്റെ ഗാഥ മറിഞ്ഞു കിടപ്പുണ്ട്. ഇപ്രകാരം സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയെ നാം ധ്യാനിക്കുന്ന ഈ കൈത്താക്കാലം, അതിന്റെ ഒന്നാമത്തെ ഞായറാഴ്ച നമ്മോട് ആവശ്യപ്പെടുന്നത് ഈ മഹത്തായ വിളവിലേക്ക്, സമൃദ്ധിയിലേക്ക് സഭയെ നയിച്ച അധ്വാനികളായ 12 പേരെ അനുസ്മരിക്കാനാണ്. പന്തക്കുസ്ത അനുഭവത്തിലൂടെ ശക്തി സംഭരിച്ച് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് യാത്രയായ അപ്പസ്തോലന്മാർ വിതച്ചത് സുവിശേഷത്തിന്റെ വിത്തുകളാണ്. പ്രഘോഷിച്ചത് തങ്ങൾ സ്വന്തമാക്കിയ വ്യക്തിപരമായ ക്രിസ്തു അനുഭവമാണ്. തങ്ങൾ പാകിയ വിശ്വാസത്തിന്റെ വിത്തിന് അവർ നനവ് നൽകിയത് സ്വന്തം ഹൃദയരക്തം കൊണ്ടാണ്. അങ്ങനെ അവരുടെ ഹൃദയരക്തം വീണ മണ്ണിൽ വിശ്വാസത്തിന്റെ വിത്തുകൾ മുളച്ചു പൊങ്ങി. അവരുടെ സാക്ഷ്യങ്ങളിൽ നിന്ന് കരുത്താർജിച്ച് അവ വളർന്ന് പുഷ്പിച്ച് ഫലങ്ങൾ ചൂടി. ഇപ്രകാരം ചൂടപ്പെട്ട ഫലങ്ങളെ, വിളവിനെ കൊയ്യാൻ സഭ ആവശ്യപ്പെടുന്ന, കാത്തിരിക്കുന്ന കാലമാണ് കൈത്താക്കാലം. കൈത്താക്കാലം ഒന്നാം ഞായറാഴ്ചയിലെ 4 വായനകളും നമ്മോട് സംസാരിക്കുന്നത് 12 എന്ന മാന്ത്രിക സംഖ്യയെക്കുറിച്ചാണ്. ഒന്നാമത്തെ വായനയിൽ നാം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിൽ യാക്കോബിന്റെ 12 മക്കളെക്കുറിച്ചാണ്. ഈ 12 പേരാണ് പിന്നീട് യാക്കോബിന്റെ ബഥയിൽ ദൈവാനുഭവത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ച് ഇസ്രായേൽ എന്ന യാക്കോബിന്റെ പുതിയ പേരിന്റെ അവകാശികളായി 12 ദൈവാനുഭവങ്ങളായി 12 ഗോത്രങ്ങളായിട്ട് പിന്നീട് ഭൂമി മുഴുവനും പടർന്നത്. ഈ 12 പേരുടെ സ്ഥാനത്താണ് ഈശോ 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നത്. രണ്ടാമത്തെ വായന ജോഷുവയുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ നിന്നാണ്. അവിടെ 12 കല്ലുകളെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇസ്രായേൽ ജനം ദൈവത്തിന്റെ പ്രത്യേകമായ പദ്ധതി പ്രകാരം ജോർദാൻ നദി കടന്നതിനെ അടയാളപ്പെടുത്താനായി ദൈവം തന്നെ ജോഷുവയോട് പറയുകയാണ്, നീ ജോർദാനിൽ നിന്ന് 12 സ്മാരകശിലകളെ പെറുക്കിയെടുക്കണം. ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളിൽ നിന്ന് ഓരോരുത്തരായി മുന്നോട്ട് വന്ന് അവർ ഓരോരുത്തരും തങ്ങളുടെ ഗോത്രങ്ങളെ അടയാളപ്പെടുത്താനായിട്ട് 12 ശിലകളെ ചുമലിൽ വഹിക്കണം. അത് കരയിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കണം. ഇപ്രകാരം ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ജോഷുവയുടെ നിർദ്ദേശപ്രകാരം ഇസ്രായേൽ ഗോത്രത്തിലെ ഓരോരുത്തരും 12 കല്ലുകളെ എടുത്ത് കരയിൽ സ്ഥാപിച്ചു. അതിനെക്കുറിച്ചാണ് രണ്ടാമത്തെ വായന പറയുന്നത്. മൂന്നാമത്തെ വായന വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്നാണ്. അവിടെ കുഞ്ഞാടിന്റെ നഗരത്തിന്റെ അടിസ്ഥാന ശിലകളായ 12 അടിസ്ഥാനങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. അത് കുഞ്ഞാടിന്റെ ശിഷ്യന്മാരായ 12 ആളുകൾ എന്ന അടിസ്ഥാനമാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ഈശോ താൻ വിളിച്ച് സ്വന്തമാക്കിയ 12 അപ്പസ്തോലന്മാരെ പേരു പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. ഇപ്രകാരം 4 വായനകളും ഈ ഇസ്രായേലിന്റെ അസ്തിത്വത്തിൽ അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്ന 12 എന്ന സംഖ്യയെ, 12 ഗോത്രങ്ങൾ, 12 അടിസ്ഥാനങ്ങൾ, 12 ശ്ലീഹന്മാർ, ഇങ്ങനെ 12 എന്ന സംഖ്യയുടെ ദൈവശാസ്ത്രത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് നമ്മെ ക്ഷണിക്കുകയാണ്. ബൈബിളിന്റെ ഭാഷയിൽ
12 എന്നത് ദൈവിക പൂർണ്ണതയുടെ ഒരു സംഖ്യയാണ്. ദൈവത്തിലെ 3 ആളുകളെ സൂചിപ്പിക്കുന്ന 3ഉം ഭൂമിയുടെ 4 അതിരുകളെ സൂചിപ്പിക്കുന്ന 4ഉം ചേരുന്ന ഗുണിതമാണ് 12. അതായത് ദൈവത്തിന്റെ കൃപയുടെയും ഭൂമിയുടെ വിസ്തൃതിയുടെയും ചേർച്ച, അതിന്റെ പരിപൂർണത. സ്വർഗവും ഭൂമിയും ഒരുമിക്കുന്നതിന്റെ ഒന്നു ചേർന്ന് മുന്നോട്ട് പോകുന്നതിന്റെ പ്രതീകാത്മകതയാണ് 12 എന്ന അക്കം സൂചിപ്പിക്കുന്നത്. ബൈബിൾ ഉടനീളം 12, 12ാമത്തേത് എന്നൊക്കെ അർത്ഥത്തിൽ ഏകദേശം 187 തവണയാണ് ഈ അക്കം ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുള്ളത്. 12 എന്നത് പഴയ നിയമ പുതിയ നിയമ പൂർത്തീകരണമാണ്. പഴയ നിയമത്തിലെ 12 ഗോത്രങ്ങളുടെ സ്ഥാനത്ത് പുതിയ നിയമത്തിൽ ഈശോ തിരഞ്ഞെടുക്കുന്ന 12 അപ്പസ്തോലന്മാരെ ഇന്നത്തെ സുവിശേഷം പരിചയപ്പെടുത്തുന്നുണ്ട്. അവർ കേവലം ശിഷ്യന്മാർ മാത്രമല്ല. ഈജിപ്തിൽ നിന്നും മരുഭൂമിയിലേക്ക് പുറപ്പെടുന്ന ഇസ്രായേലിന് ബഹുദൈവാരാധനയുടെ പശ്ചാത്തലത്തിൽ നിന്നും ഏകദൈവാരാധനയിലേക്ക് അവർ ചുവടുവെച്ചപ്പോൾ അതിന് സാക്ഷികളായത് 12 ഗോത്രങ്ങളാണ്. അതുപോലെ പുതിയ നിയമ ജനത ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള പെസഹായുടെ മക്കളായ, ആ ഉടമ്പടിയുടെ മക്കളായ ഈ പുതിയ നിയമത്തിലെ ക്രൈസ്തവ ജനതയ്ക്ക് വിശ്വാസത്തിന്റെ സാക്ഷ്യങ്ങളായിട്ട് നിലകൊള്ളുന്ന 12 അപ്പസ്തോലന്മാർ പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണ്. ഈ 12 ഗോത്രങ്ങളുടെ നിലനിൽപ്പായിരുന്നു ഇസ്രായേലിന്റെ ഭാവിയെ നിർണയിച്ചത്. അതുകൊണ്ട് ഈ 12 ഗോത്രങ്ങളും ഒറ്റക്കെട്ടായി ഒരു ജനതയായി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയാണ് ഒരു ദൈവം, ഒരു ദൈവാലയം, ഒരു ബലിപീഠം, ഒരു ജനത എന്നുള്ള ചിന്തയിലേക്ക് മോശ അവരെ നയിച്ചത്. അതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് നാം 2ാമത്തെ വായനയിൽ കണ്ടത്. ജോർദാൻ കടക്കുന്ന ഓരോ ഗോത്രവും ജോർദാൻ നദിയിൽ നിന്ന് ഓരോ കല്ലിനെ പെറുക്കിയെടുക്കണം. ആ കല്ല് ചുമലിൽ വഹിക്കുന്ന ഓരോ ഗോത്ര പ്രതിനിധിയും വിശ്വാസത്തിന്റെ ഒരു വലിയ സാക്ഷിയാണ്. എപ്രകാരമാണ് ജോർദാൻ മുറിച്ച് ദൈവം തങ്ങളെ വാഗ്ദാന നാട്ടിലേക്ക് കൊണ്ടുവന്നത് എന്നതിന്റെ സാക്ഷികളാണ്. ദൈവത്തിന്റെ കൽപ്പനപ്രകാരം കരയിൽ ഗിൽഗാലിൽ ജോഷുവ 12 കല്ലുകളെ സ്ഥാപിക്കുന്നുണ്ട്. ഇത് കൂടാതെ, ദൈവകൽപ്പന കൂടാതെ ജോഷുവ സ്വന്തം തീരുമാനപ്രകാരം ചെയ്യുന്ന ഒരു കാര്യത്തെ കൂടി ഇന്നത്തെ വായന അടയാളപ്പെടുത്തുന്നുണ്ട്. ജോർദാന്റെ നടുവിൽ പുരോഹിതന്മാർ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് നിന്നിരുന്ന സ്ഥലത്തും ജോഷുവ ഇപ്രകാരം 12 കല്ലുകളെ സ്ഥാപിച്ചുവെന്നാണ്. കരയിലെ സ്മാരകത്തിന് വെല്ലുവിളികൾ അധികമില്ല. അവിടെ കാറ്റും ചെറിയ മഴയുമൊക്കെ അതിനെ നേരിടാനുള്ളൂ. എന്നാൽ ജോർദാൻ വീണ്ടും ഒന്നുചേർന്ന് ഒഴുകുമ്പോൾ ആ ജലപ്രവാഹത്തിന് നടുവിലും ഇസ്രായേൽ കടന്നുപോയതിന്റെ ഓർമ്മയ്ക്ക് 12 കല്ലുകൾ വേണമെന്ന് ജോഷുവ ആഗ്രഹിക്കുകയാണ്. ഏത് പ്രലോഭനത്തിന്റെ കുത്തൊഴുക്കിലും, ഏത് അബദ്ധപ്രചാരണങ്ങളുടെ വെള്ളപ്പാച്ചിലിലും വിശ്വാസത്തിന്റെ ഈ 12 കല്ലുകൾ ഒറ്റക്കെട്ടായി ഒരു സ്മാരകമായിട്ട് നിലകൊള്ളണം എന്നതാണ് ജോഷുവയുടെ പ്രവൃത്തിയുടെ അർത്ഥം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായത്തിൽ ബാലിന്റെ പ്രവാചകന്മാരും ഏലിയായും തമ്മിൽ നടക്കുന്ന ഒരു മത്സരത്തെക്കുറിച്ച് കൗതുകകരമായിട്ട് വിവരിക്കുന്നുണ്ട്. അവിടെ ബാലിന്റെ പ്രവാചകന്മാർ പ്രഭാതം മുതൽ പ്രദോഷം വരെ ദൈവത്തെ വിളിച്ച് കരഞ്ഞ് നിരാശരാകുമ്പോൾ ഏലിയ ചെയ്യുന്ന പ്രവൃത്തി വളരെ പ്രതീകാത്മകമാണ്. ഏലിയ ആദ്യം ചെയ്തത് ജനത്തോട് അടുത്തു വരാൻ പറയുകയാണ്. വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയ ആളുകളെ ഏലിയ ഒരുമിച്ച് കൂട്ടുന്നു. അതിനുശേഷം അവൻ ചെയ്തത് തകർന്നുപോയ ദൈവത്തിന്റെ ബലിപീഠം പുനഃസ്ഥാപിക്കുകയാണ്, പുനർനിർമ്മിക്കുകയാണ്. അവിടെ ഗ്രന്ഥകാരൻ എടുത്തു പറയുന്നുണ്ട്, ഇസ്രായേലിലെ ഗോത്രങ്ങളുടെ എണ്ണം അനുസരിച്ച് അവൻ 12 കല്ലുകൾ എടുത്തു. അങ്ങനെ കൂട്ടിച്ചേർക്കപ്പെടുന്ന, പുനരുദ്ധരിക്കപ്പെടുന്ന ബലിപീഠം ഇസ്രായേലിലെ ഗോത്രങ്ങളുടെ അവരുടെ വിശ്വാസ പൈതൃകത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്, പ്രതീകാത്മകമായിട്ട് സൂചിപ്പിക്കുന്നതാണ്. ഇപ്രകാരം പഴയ നിയമത്തിൽ ദൈവാനുഭവത്തിന്റെ, ഏകദൈവാരാധനയുടെ, കൂട്ടായ്മയുടെ പ്രതീകമായിട്ടാണ് 12 നിലകൊള്ളുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ ക്രിസ്തുവിനെ അനുഭവിച്ച, ക്രിസ്തുവിനെ സ്വന്തമാക്കിയ വിശ്വാസ പൈതൃകത്തിന്റെ പൊരുളായിട്ടാണ് ഈ 12 പേര് നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ ആ നഗരം ദേവാലയത്തിന്റെ ഒരു വ്യാപനമാണ്. അവിടെ എടുത്തു പറയുന്നുണ്ട്, നഗരത്തിൽ ഞാൻ ദേവാലയം കണ്ടില്ല, പകരം കുഞ്ഞാടാണ് ദേവാലയം. അപ്പോൾ കുഞ്ഞാടിന്റെ ചൈതന്യം പ്രസരിക്കുന്ന എല്ലാ ഇടവും, ആ നഗരം മുഴുവനും ഒരു ദൈവാലയമായിട്ട് മാറിയിരിക്കുകയാണ്. ആ ആലയത്തിന്റെ അടിസ്ഥാനങ്ങളായിട്ട് നിലകൊള്ളുന്നത് 12 അപ്പസ്തോലന്മാരാണ്. ഇതേ ഓർമ്മയിലാണല്ലോ പൗരസപ്പസ്തോലൻ എഫേസോസിലെ സഭയോട് 2-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങൾ ഇനിമേൽ അന്യരോ പരദേശികളോ അല്ല, നിങ്ങൾ വിശുദ്ധരുടെ സഹപൗരന്മാരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേലാണ് നിങ്ങൾ പണിതുയർത്തപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അപ്പസ്തോലന്മാരാകുന്ന അടിത്തറയെക്കുറിച്ച് ധ്യാനിക്കാൻ ഈ 12 എന്ന അക്കത്തിന്റെ ധ്യാനം നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടുപോയ ആടുകളെ വീണ്ടെടുത്ത് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് താൻ 12 പേരെ തിരഞ്ഞെടുക്കുന്നതെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. അധികാരസ്ഥാനങ്ങളുടെ ഇടതും വലതും നിശ്ചയിക്കാനും നിർണയിക്കാനും
പിടിച്ചു പറിക്കാനുമുള്ള ഒരു ക്ഷണമല്ല, മറിച്ച് നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ച് ചെല്ലാനും അതിനെ കണ്ടെത്താനും വീണ്ടെടുക്കാനുമുള്ള ഒരു ഭാരിച്ച ഉത്തരവാദിത്വം ഏൽക്കലാണ്. അവിടെ അധികമായി സൂക്ഷിക്കുന്ന പാദരക്ഷകളുടെയും വടിയുടെയും സഞ്ചിയുടെയും വസ്ത്രങ്ങളുടെയും സംരക്ഷണം ആവശ്യമില്ലെന്ന് ഈശോ എടുത്തു പറയുകയാണ്. യാത്രയ്ക്ക് പാദരക്ഷകൾ ഒന്ന് മതി, ഒരു വടി മതി. അപ്പസ്തോലന്റെ സമ്പാദ്യം അരപ്പട്ടയിലെ സ്വർണ്ണ നാണയങ്ങളല്ല, മറിച്ച് ക്രിസ്തുവെന്ന നാമത്തിലുള്ള ഉറച്ച വിശ്വാസമാണ്. അതുകൊണ്ടാണല്ലോ സുവർണ കവാടത്തിലിരുന്ന് ഭിക്ഷ യാചിച്ചവനോട് പത്രോസ് പറഞ്ഞത്, സ്വർണമോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിലുള്ളത് ഞാൻ നിനക്ക് തരുന്നു, കർത്താവായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അപ്പോൾ ഭൗതികമായ വസ്തുക്കളിൽ ആശ്രയം വയ്ക്കാതെ ദൈവനാമത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ, നഷ്ടപ്പെട്ടവയെ കണ്ടെത്താനായിട്ടുള്ള ഉത്തരവാദിത്വം ഭരമേൽക്കാനാണ് ഈശോ 12 പേരെ പ്രത്യേകമായിട്ട് പേര് ചൊല്ലി വിളിക്കുന്നതും പറഞ്ഞയക്കുന്നതും. അധികമായി കരുതുന്ന വെള്ളിയുടെയും വസ്ത്രത്തിന്റെയും വടിയുടെയും പാദരക്ഷയുടെയും സംരക്ഷണങ്ങളെ വിട്ട് ക്രിസ്തുവിന്റെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ദൈവനാമത്തിൽ അത്ഭുതങ്ങളായിട്ട് രൂപാന്തരപ്പെടും. അവർ ചെയ്യുന്ന പ്രവൃത്തികൾ 12 കുട്ടകൾ നിറയെ ബാക്കി വരും. പിശാചുക്കൾ അവരുടെ നാമത്തിൽ നിപതിക്കും, മരിച്ചവർ ഉയർക്കും, രോഗങ്ങൾ അപ്രത്യക്ഷമാകും. ഇങ്ങനെ പരിധിയില്ലാത്ത ഒരു വിളവിനെ സ്വന്തമാക്കാൻ അധ്വാനിക്കാനായിട്ടാണ് ഈശോ അപ്പസ്തോലന്മാരെ പറഞ്ഞയക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പ്രത്യേകമായി വിളി സ്വീകരിച്ച അപ്പസ്തോലന്മാരെ പോലെ ഇന്നത്തെ ആധുനിക ലോകത്ത് ജീവിക്കുന്ന 12 പേർ നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മളിലൂടെ ഈ 12 പേർ ഇന്ന് പുനർജനിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വാക്കുകളും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും മറ്റുള്ളവർക്ക് സുവിശേഷമായിട്ട് രൂപാന്തരപ്പെടണം. നമ്മിലൂടെ ദൈവത്തിന്റെ വചനം, സുവിശേഷം നാം ആയിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും വിതയ്ക്കപ്പെടണം. അപ്പസ്തോലന്മാരിലൂടെ വിതയ്ക്കപ്പെട്ട ദൈവവചനം ഫലം ചൂടിയതിനെ നാം അനുസ്മരിക്കുമ്പോൾ ഈ കൈത്താക്കാലം വിതയ്ക്കലിന്റെ കണക്ക് മാത്രമല്ല, വിളവെടുക്കലിന്റെ ഒരു കണക്കൂട്ടലിന്റെ കാലം കൂടിയാണ്. നമ്മിൽ വിതയ്ക്കപ്പെട്ട വചനം എത്ര മേനി ഫലം ചൂടിയെന്ന് പരിശോധിക്കാനും വരും തലമുറകൾക്ക് വേണ്ടി നാം എന്തുമാത്രം വചനവിത്തുകളെ വിതയ്ക്കുന്നുവെന്ന് പരിശോധിക്കാനും അതിനെ കണക്കെടുക്കാനുമുള്ള ഒരു കാലമാണ് കൈത്താക്കാലം. ഇത് വിതച്ചതിന്റെ കണക്കെടുക്കാനും കൊയ്തെടുത്ത വിളവിന്റെ കണക്ക് സൂക്ഷിക്കാനുമുള്ള ഒരു കാലമാണ്. നമുക്ക് മുൻപേ കടന്നുപോയവർ അവരുടെ ജീവിത സാക്ഷ്യങ്ങൾ വഴി വിതച്ചതാണ് നാം ഇന്ന് അനുഭവിക്കുന്ന വിശ്വാസ പൈതൃകം. ഇത് ഈ ആധുനിക യുഗത്തിൽ വരും തലമുറകൾക്ക് വേണ്ടി തുടർന്നു കൊണ്ടുപോകാൻ ദൈവത്താൽ പ്രത്യേകമായി നിയോഗം സ്വീകരിച്ചവരാണ് നാം ഓരോരുത്തരും. മാമോദീസ സ്വീകരിച്ച ഓരോരുത്തരും ഒരു മിഷനാണെന്ന് ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് സുവിശേഷം എത്താത്ത വിദൂര ദിക്കുകളല്ല, മറിച്ച് സുവിശേഷം പ്രഘോഷിക്കുന്ന വ്യക്തികളാണ് മിഷൻ. നാം ഓരോരുത്തരും ദൈവത്താൽ പ്രത്യേകമായി വിളിക്കപ്പെട്ട 12 പേരിൽ ഒരുവനും ഒരുവളുമാണ്. വരാനിരിക്കുന്ന തലമുറകൾ നമ്മുടെ വിതയ്ക്കലിനെ, നമ്മുടെ സുവിശേഷ പ്രഘോഷങ്ങളെ കാത്തിരിക്കുന്നവരാണ്. നമ്മുടെ ജീവിതങ്ങൾ വഴി, നമ്മുടെ സൽപ്രവൃത്തികൾ വഴി, തത്ചിന്തകൾ വഴി സുവിശേഷത്തിൻ്റെ വാഹകരും പ്രഘോഷകരുമാകാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.